ഹണി സൂക്ഷിച്ച്, ഇല്ലെങ്കിൽ താഴേക്ക് വീഴും. സംശയണ്ടോ? വീണ് ആ താഴേക്ക് വീണ്. സൂക്ഷിച്ച് കട്ട് ചെയ്ത് സോർദാർ, അല്ലെങ്കിൽ കൈമുറിയും. പറഞ്ഞതുപോലെ മുറിഞ്ഞു. ബണ്ണി സൂക്ഷിച്ച്, അല്ലെങ്കിൽ താഴെ വീഴും. പറഞ്ഞതുപോലെ വീണു. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. താങ്ക് യു പൊപ്പട്ട്, നീ കാരണമാണ് എനിക്ക് സൈക്കിൾ കിട്ടിയത്. പോപ്പട്ട് കാരണമോ? ആ, ഞാൻ സൈക്കിൾ വാങ്ങണമെന്ന് വിചാരിച്ചു. പൊപ്പട്ട് പറഞ്ഞു അത് കിട്ടുമെന്ന്. എനിക്ക് കടയിൽ നിന്നും ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടിയിരുന്നു. അതിലെ സൈക്കിൾ സമ്മാനമായി കിട്ടി. ഈ ചെറിയ സ്ക്രാച്ച് കാർഡിൽ നിന്നും ഇത്രയും വലിയ സൈക്കിൾ എങ്ങനെ കിട്ടുക? പാപ്പച്ചി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. പോപ്പട്ട് ജി, ഇവനോ എന്തൊരു ബഹുമാനം. ഞാൻ ബഹുമാനം കൊടുക്കും. പോപ്പച്ചി ഞാനിയാണ്, ഞാൻ കണ്ടതാണ്. ഇവൻ ഞാനിയെന്നോ? നിനക്കെന്താ വട്ട? ഹണി, നീ സ്റ്റൂളിൽ നിന്ന് വീഴുമെന്ന് പറഞ്ഞു, വീണില്ലേ? ജോർദാർ, നിന്റെ കൈ മുറിയോന്ന് പറഞ്ഞു, മുറിഞ്ഞില്ലേ? മണി, നീ വീഴുമെന്ന് പറഞ്ഞു, വീണില്ലേ? അതുപോലെ നല്ലൊരു സൈക്കിൾ കിട്ടിയല്ലോ. ഇതൊക്കെ കോയിൻസിഡൻസ് ആണ്. പോപ്പറ്റ്, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ റിംഗ് സ്റ്റോറിന്ന് കിട്ടുമെന്ന് പറഞ്ഞു, അവിടുന്ന് എന്നെ കിട്ടി. ഇപ്പൊ എന്ത് പറയുന്നു ബണ്ണി? പോപ്പറ്റ് ഒരു ജ്ഞാനിയാണെന്ന് ഞാൻ പറയുന്നത് ശരിയായില്ലേ? ജ്ഞാനിയായെന്നോ? ആ, അതെ പോപ്പറ്റ് ജി. അങ്ങേക്കായി ഒരുപാട് ഭക്തർ കാത്തിരിപ്പുണ്ടാവും. അങ്ങ് ഉടൻ തന്നെ ഒരു ആശ്രമം തുടങ്ങണം. എന്താ ഈ പറയുന്നത്? മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്ക. മതി, നിനക്ക് എന്റെ ശക്തിയിൽ വിശ്വാസമില്ല. എന്റെ ഭക്തനാവൂ, എന്നിൽ ശരണമടയൂ, നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ഭക്തനോ? നിന്റെ ഭക്തനായിട്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ആരും വരില്ലെന്നോ? ഞാൻ വരും. ഈ സിറ്റി മുഴുവനും പോപ്പറ്റിയുടെ സിദ്ധിയെ കുറിച്ച് ഞാൻ പറയും. ജോർദാറെ, എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്. കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. എനിക്ക് ആശ്രമം ഉണ്ടാക്കണം. പറയൂ, പോപ്പറ്റ് സ്വാമിക്ക് ജയ്. ശാന്തി, ശാന്തി, ശാന്തി കൊണ്ട് എല്ലാം ലഭിക്കും. വെള്ളം കുടിക്കൂ. റഹീം ബാവ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന് നിറമില്ല. നിറമുണ്ടായാൽ നമ്മൾ വെള്ളം കുടിക്കില്ല എന്ന്. നിറം കലക്കിയ വെള്ളം നമ്മൾ കുടിക്കാൻ വിസമ്മതിക്കുന്നുമില്ല. പോപ്പറ്റ് സ്വാമിക്ക് ജയ്. പോപ്പറ്റ് സ്വാമിക്ക് ജയ്. നോക്കിയും കൊണ്ടൊക്കെ മാല വാങ്ങിച്ചൂടെ നിനക്ക്? സാമൂജി ചെറിയ മാല മാത്രമേ അണിയാറുള്ളൂ, മനസ്സിലായോ? ഭക്തരുടെ ആവേശം കുറച്ച് അധികമായി പോയി. സ്നേഹം കൂടുമ്പോൾ ഒന്നും ചിന്തിക്കാൻ കഴിയുകയില്ല. സംശയമുണ്ടോ? ഇയാൾ കള്ളനാണ്, യഥാർത്ഥ സ്വാമിജിയെ അല്ല. ഇവിടെ വന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ഇയാൾ സിദ്ധനാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ. ഇയാള് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നീ അവനല്ലേ? പോലീസ് സ്റ്റേഷനകത്ത് തന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കാണണോ? എടാ പെരുങ്കള, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ പോപ്പട്ട് സ്വാമിയെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയും? നിന്നെ ഞാൻ
സ്വാമിജി വേഗം ഒരു ലക്കി നമ്പർ പറയുന്നേ. ഏഴ്. ജീവിതത്തെ ഏഴായി ഭാഗിക്കാൻ പഠിക്കണം. 7 കടൽ 7 മല പോലെ ജീവിതം 7 ആണ്. നിനക്കുള്ള ലക്കി നമ്പർ 7. താങ്ക് യു സ്വാമിജി. പോപ്പട്ടെ, എന്ത് ഡ്രാമയായത്? ഡ്രാമയോ? പുത്ര, ഇത് വിധിയാണ്. നിനക്കുള്ള ആശീർവാദവും വാങ്ങിച്ചുകൊണ്ട് ഉടൻ സ്ഥലം വിടാൻ നോക്ക്. പോപ്പാട്ട്, നീ വലിയ ജ്ഞാനിയോ സ്വാമിയോ അല്ല. തീർച്ചയായിട്ടും നീ ഒരു ദിവസം ഇതിന് വില കൊടുക്കേണ്ടി വരും. സ്വാമിജി വെറുതെ ബ്രെയിൻ വാഷ് ചെയ്യരുത്. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണ്. അതെ അതെ, ഞാൻ തന്നെയാ. എന്താ സംശയം? നമ്മള് കാശ് ഉണ്ടാക്കുന്നതിന്റെ അസൂയ. പോപ്പട്ടെ, ഞാൻ വലിയ സാമർഥ്യമൊന്നല്ല. എന്നാ ഞാൻ പറയാണ്, നീ വലിയ പ്രശ്നത്തിൽ കുടുങ്ങാൻ പോവുക. ഇതാണോ ആ സ്വാമി? എനിക്ക് വേഗം പൊക്കിക്കൊണ്ട് പോവാം. എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? എന്ത് പറ്റി? സ്വാമിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സാർ, ഇതാണോ സ്വാമിജി? അപ്പൊ നീയാണല്ലേ പറഞ്ഞത് ലക്കി നമ്പർ 7? ലക്കി നമ്പർ അല്ല, ഭാഗ്യ നമ്പർ. 7ാം നമ്പർ കുതിര ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. ക്രോധം മനുഷ്യന്റെ ശത്രുവാണ്. സ്നേഹം പവിത്രമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കൂ. സംശയമുണ്ടോ? നാളെ റേസ് ഉള്ളതാണ്. നാളെ നീ പറയുന്ന നമ്പറുള്ള കുതിര ജയിച്ചില്ലെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കും. വേഗം നമ്പർ പറ. 5, 3, അല്ലല്ല 11, അതല്ല 8. മര്യാദക്ക് ഒരു നമ്പർ പറ. എടാ, താൻ കരുതുന്നത് പോലെ ഞാൻ സ്വാമി ഒന്നുമല്ല, വലിയ ജ്ഞാനിയുമല്ല. സംശയമുണ്ടോ? എന്നെ ഒന്ന് വെറുതെ വിട്. എന്നോട് കള്ളം പറയാൻ നോക്കുന്നോടാ. ഇവനെ ഉടനെ തന്നെ ബാർബിക്യൂ ആക്ക. വേണ്ട. കൂട്ടുകാരെ, എന്നെ രക്ഷിക്കൂ. എന്തിനാ നീ ഞങ്ങളോട് സഹായം ചോദിക്കുന്നത്? നിന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്തെങ്കിലും ചിന്തിച്ചു നോക്ക്. താൻ ആകാൻ പോകുന്നത് ബാർബിക്യൂ ആണോ അല്ലയോ എന്ന്. എന്റെ ഭാവി തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. സംശയമുണ്ടോ? പിടിക്കവരെ. അല്ല, ഇവിടുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങുക? അത് ഞാനിപ്പോ ഇറക്കി തരാം. ഇന്നാ പിടിച്ചോ. നിയമത്തിന് മുന്നിൽ നിന്നാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നിൽക്കവിടെ. വലിയൊരു ഗാങ്ങിനെയാണ് പിടികൂടിയത്. എന്റെ പോപ്പട്ട് സ്വാമി, അങ്ങയുടെ ദിവ്യദൃഷ്ടിയിൽ എനിക്കൊരു കാര്യം പറയാമോ?
എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ അതോ ഇല്ലയോ? ഏത് സ്വാമി? എവിടുത്തെ സ്വാമി? ആരുടെ സ്വാമി? ഞാൻ പോപ്പറ്റ് സ്വാമി ഒന്നും അല്ല. ഞാൻ വെറും പോപ്പറ്റാണ്. സംശയമുണ്ടോ? എന്തായാലും നന്നായി, പ്രശ്നം ഇതോടെ തീർന്നല്ലോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും, എന്നാൽ വെള്ളം കുടിച്ചവൻ ഉപ്പ് തിന്നണമെന്നില്ല. സംശയമുണ്ടോ? കൊള്ളാം. പോപ്പട്ട് സ്വാമിയുടെ ദിവ്യവാക്കുകൾ